ബോൾ ഈ സ്ട്രൈക്കർ വെളിയിൽ പോയെന്ന് വിചാരിക്കുക. വെളിയിൽ പോയെങ്കിൽ ഇപ്പം ഏതെങ്കിലും കോയിൻ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതൊരു ഫൗളല്ല. ഇനിയും ഈ പൗഡർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഈ ബ്രേക്ക് എന്ന് പറയുന്നത് കോയിനെല്ലാം അടിക്കുന്നതിന് ശേഷം ആദ്യത്തെ സ്ട്രൈക്ക് എടുക്കുമ്പോഴാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് തുടങ്ങുന്നതിന് മുമ്പ് മാത്രമേ ഈ പൗഡർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൗഡർ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലർ ഇങ്ങനെ വന്നിട്ട് ട്രയൽ നോക്കുന്നതാണ്, ഇങ്ങനെ അടിച്ച് നോക്കിയിട്ട് സ്ട്രൈക്കർ മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. അത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുവദനീയമല്ല. ഇങ്ങനെ സ്ട്രൈക്ക് എടുക്കുമ്പോൾ സ്ട്രൈക്കറെ ചിലപ്പം കൊള്ളാറില്ലായിരിക്കും, ചിലപ്പം വിട്ടുപോകും സ്ട്രൈക്കറെ അടിക്കാൻ. ഈ സ്ട്രൈക്കർ കൈ കൊണ്ടിട്ട് ബേസ് ലൈന് വെളിയിൽ പോയെങ്കിൽ മാത്രമേ അതൊരു സ്ട്രൈക്കായിട്ട് കൂട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് ആ ബേസ് ലൈനെ തന്നെ സ്ട്രൈക്കർ നിൽക്കുവാണെങ്കിൽ നമ്മുടെ സ്ട്രൈക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ട് മിസ്സായി എങ്കിൽ നമുക്ക് വീണ്ടും കളിക്കാം, അതൊരു ഫൗളല്ല. ഇനിയും ഡബിൾസ് ആണ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെയുള്ള പ്ലെയർ ഓപ്പോസിറ്റ് ആണല്ലോ ഇരിക്കുന്നത്. ആ പ്ലെയറുമായിട്ട് ഒരു കാരണവശാലും കളി നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കേണ്ട പ്ലെയർ സ്ട്രൈക്ക് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഇരിക്കുന്ന ഈ കോയിൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെയുള്ള കോയിൻസ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ഈ സ്ട്രൈക്കർ വെക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കില്ല, അല്ലേ? സ്ട്രൈക്കർ ഫുള്ളായിട്ട് നമുക്ക് വെക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ വീണ്ടും ബോർഡ് ഇതുപോലെ സെറ്റ് ചെയ്യേണ്ടതാണ്.